പക്ഷേ ഷെഫ് എന്നോട് തിരിച്ചു പറഞ്ഞേ, നീ അത് കണ്ടോ, അവിടെ ഒരു ഉള്ളി വെട്ടുന്നുണ്ട് ഭയങ്കര സ്പീഡിൽ. അപ്പം ഞാൻ ചോദിച്ചു, പുള്ളി MBA പഠിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഫസ്റ്റത്തെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ലോഡിങ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞേ, ഇഫ് യു നോ, നിനക്ക് കമ്പനീൻ്റെ ടെക്നിക്കൽ നോളജ് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കം ത്രൂ ദ പ്രോസസ്സ്. ഡീപ് സീ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കടലാണ്. കാരണം വി ആർ എ സൊല്യൂഷൻ ഫോർ ദ സീ ഫുഡ്. UAE ഞാൻ പ്രൗഡായിട്ട് പറയാമെന്ന് വെച്ചാൽ, ഒരു ഹോട്ടൽ UAE എവിടെയെങ്കിലും തുറന്നു കഴിഞ്ഞാൽ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ, അവർ ഫസ്റ്റ് നോക്ക് ചെയ്യുന്ന ഡോറ് ഡീപ് സീ ഫുഡ് ആയിരിക്കും. നാട്ടിൽ കച്ചവടം ചെയ്തിരുന്ന 2 പേർ പ്രവാസികളാവുന്നു, ഇവിടെ വരുന്നു, അവരൊരു ബിസിനസ് തുടങ്ങുന്നു, അതും ഫിഷ്, മീൻ. പിന്നീട് ഇവരൊരു കോമ്പറ്റീറ്റേഴ്സായി ഏതോ ഒരു സന്ദർഭത്തിൽ കോമ്പറ്റീഷൻ മറന്ന് ഇവർ കൊലാബറേറ്റ് ചെയ്ത് ഒരുമിച്ച് നിൽക്കുന്നു. അത് വളർത്തി അതിനുശേഷം 2ാം തലമുറ അത് ഏറ്റെടുക്കുന്നു, അത് വളർത്തുന്നു, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാവുന്നു. ഞാൻ ഈ പറയുന്നത് സിനിമാ കഥയല്ല, ഒരു ജീവിതകഥയാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എഡിഷനിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഈ കഥ പറയാനിരിക്കുന്നത് ഡീപ് സീ എന്ന ഒരു വലിയ ബ്രാൻഡ് പടുത്തുയർത്തിയ അതിൻ്റെ ഭാഗമായ ഫയാസ് ആണ്. അതിൻ്റെ CEO ആണ്. ഫയാസ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സോ മച്ച്. താങ്കളെ ഞാൻ കണ്ടുമുട്ടുന്നത് ഡീപ് സീയുടെ ഓഫീസിൽ വെച്ചാണ്. പിന്നീട് എൻ്റെ തന്നെ ഒരു പ്രോഗ്രാമായ ഈഗിളിൻ്റെ ആനുവൽ മീറ്റായ ഈഗിൾ IPA ബിസ്കോൺ സീസൺ 4 നമ്മൾ ഷാർജ എക്സ്പോ സെൻറ്ററിൽ നടത്തി. അവിടെ 1 മണിക്കൂർ 582 സംരംഭകരെ താങ്കളുടെ വിത്ത് കൊടുത്തുകൊണ്ട്, നല്ല കണ്ടന്റ് കൊടുത്തുകൊണ്ട് അവരെ നന്നായി കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ നിമിഷം എനിക്ക് തോന്നിയതാണ് സ്പാർക്കിൻ്റെ പ്രേക്ഷകരിലേക്കും ഡീപ് സീയുടെ കഥ എത്തിക്കണമെന്നുള്ളത്. താങ്കളിലേക്ക് വരാം. താങ്കളുടെ നാട്? എൻ്റെ നാട് മലപ്പുറം വേങ്ങര എന്നുള്ളൊരു നാട്ടിലാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാനിപ്പോൾ ഒരു 5ാം ക്ലാസ് വരെ പഠിച്ചതെല്ലാം നാട്ടിലാണ്. 5 കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആഗ്രഹമുള്ള പോലെ നമ്മൾ ദുബായിക്ക് മാറി. അപ്പോൾ ഞാൻ ആ സമയത്ത് താങ്കളുടെ ഉപ്പ ദുബായിലാണ്? ദുബായിലാണ്. ഉപ്പ ബിസിനസ്സിലും സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഇങ്ങനെ റൺ ചെയ്യുന്ന ടൈമിലാണ് ഇപ്പോൾ ഫാമിലിയെ കൊണ്ടുവരുന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ചത് നാട്ടിലാണെങ്കിലും വളർന്നതെല്ലാം UAE-ലാണ്. അബുദാബിയിലായിരുന്നു? അബുദാബിയിലെ. ഇവിടുത്തെ സ്കൂളിംഗ് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാണ്? ഇവിടുത്തെ ഞാൻ 5ാം ക്ലാസ് വരെ നാട്ടിൽ പഠിച്ചതിന് ശേഷം ഇവിടെ അബുദാബിയിലെ ഒരു അൽനൂർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അൽനൂറും പിന്നെ അതിൻ്റെ ഹയർ സെക്കൻഡറി പഠിച്ചത് ഇന്ത്യൻ ഇസ്ലാമിക് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഉപ്പാൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ UK വിടുന്നത്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ടോക്കിംഗ് അബൌട്ട് 15 to 17 years ago. UK എന്നുള്ള ഒരു ലണ്ടനിലേക്ക് പോകുന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അവിടെ പോയി അവിടെ എഡ്യൂക്കേഷനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാന്നുള്ള ഇതുള്ള. നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് കണക്ഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ ടാസ്ക് ഉണ്ടായിരുന്നത്. ബട്ട് അൽഹംദുലില്ലാ, അല്ലാഹുക്ക് ശുക്ർ, അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ജേണി ആണ് എൻ്റെ ലൈഫിൽ എനിക്ക് ടേണിംഗ് പോയിന്റ് ആയത്. അവിടെ ചെന്ന് പാർട്ട് ടൈമായി താങ്കൾ ആദ്യം കണ്ടുപിടിച്ച ജോലി എന്താണ്? ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് അവിടെ ഒരു റോളുണ്ട്. എന്ന് വെച്ചാൽ ഒരു എവറി ഡേ 3 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 3 മണിക്കൂറിൻ്റെ മേലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ആസ് പെർ ദ ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ടായിട്ടുള്ളൂ ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ എന്ത് ജോലിയും ചെയ്യാന്നുള്ളൊരു ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി തേടി എത്തിയത് ലാസ്റ്റ് അഷ്റഫ് ഖാൻ എന്ന ദിവാന റെസ്റ്റോറൻറ്റിലെ ഒരു ഷെഫിൻ്റെ മുന്നിലായിരുന്നു. അപ്പോൾ ഷെഫിനോട് ഞാൻ പറഞ്ഞ്, ഷെഫെ ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്, ഞാൻ ബാച്ചിലേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഐ നീഡ് എ ഗുഡ് ജോബ്, എനിക്ക് നല്ലൊരു ജോബ് തരണം. ഞാൻ വേണമെങ്കിൽ അക്കൗണ്ടിങ്ങിലൊക്കെ ഞാൻ ഭയങ്കര ഉഷാറാണ്, നല്ല ലെവലിൽ ഞാൻ സംസാരിച്ചത്. പക്ഷേ ഷെഫ് എന്നോട് തിരിച്ചു പറഞ്ഞേ, നീ അത് കണ്ടോ, അവിടെ ഒരു ഉള്ളി വെട്ടുന്നുണ്ട് ഭയങ്കര സ്പീഡിൽ. അപ്പം ഞാൻ ചോദിച്ചു, പുള്ളി MBA പഠിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു. സോ ഐ തിങ്ക് അൽഹംദുലില്ലാ ഞാനത് അക്സെപ്റ്റ് ചെയ്ത്. പുള്ളി എന്നോട് പറഞ്ഞു, യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് കിച്ചണിൽ പാത്രം കഴുകുക, അതാണ് കിച്ചൺ പോട്ടറിൻ്റെ ജോലി. അപ്പോൾ ചില പാത്രങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെങ്കാട്ടി വലുപ്പമുള്ള പാത്രത്തിൻ്റെ അകത്തെല്ലാം കഴുകിയിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു ഇനീഷ്യൽ ഒരു അക്സെപ്റ്റൻസ്. ഞാൻ ഒരു എന്ത് ജോലിയും ചെയ്യാമെന്നുള്ളൊരു അക്സെപ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ടേൺ ചെയ്ത് നോക്കുമ്പോൾ
ഐ എം വെരി ഹാപ്പി, ഐ എം പ്രൗഡ് ദാറ്റ്. അത് ഇത്രയും നല്ലൊരു സദസ്സിൽ ഞാൻ വരാനുള്ള കാരണം എൻ്റെ ഒരു ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ദിവാന എന്നുള്ളൊരു കിച്ചൺ എന്നാണ്. പക്ഷേ ഒറ്റ ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്തൊന്നും അറിയില്ല, എൻ്റെ വർക്കിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണോ അതോ എന്തെന്നറിയില്ല, അത് അവിടുന്ന് എനിക്ക് പ്രൊമോഷൻ തരികയാണ് അവർ. ആ ഒരു ദിവാന റെസ്റ്റോറൻറ്റിൻ്റെ വെയിറ്ററായിട്ടും പിന്നെ ക്രമേണ അതിൻ്റെ ഒരു ഫ്ലോർ മാനേജറായിട്ടും ഞാൻ മാറി. ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ് ഒരു 2 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്ത്. 2 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഉള്ള ഒരു ചെറിയൊരു അവിടെ കംപ്ലീറ്റ്ലി കൈകാര്യം ചെയ്തതെന്ന് വെച്ചാൽ ലണ്ടൻ സിറ്റിസൺ അല്ലെങ്കിൽ UK സിറ്റിസൺ ആയിട്ടുള്ള ബംഗ്ലാദേശ് സ്വദേശികളാണ്. ഓക്കെ. അപ്പോൾ അവരെ ഒരു ആധിപത്യം അവിടെ വന്നപ്പോൾ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡായി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻ്റെ മുന്നിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്, ഹൗ ഐ വിൽ ക്യാരി ഫോർവേഡ്. കാരണം വെച്ചാൽ ഒരു സ്റ്റേജിൽ എൻ്റെ എഡ്യൂക്കേഷന് എനിക്ക് പിന്നെ അവിടുത്തെ എക്സ്പെൻസസ് ഉണ്ട് എന്ന് വെച്ചാൽ അവിടെ സ്കൂളിങ്, അപ്പോൾ അതേമാതിരി അവിടെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ താമസം, ഡെയിലി എക്സ്പെൻസസ്, ഇതൊക്കെ ഇങ്ങനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ജോലി വേണം. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായപ്പോഴാണ് ഞാനും എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സും കൂടി കൂടിയിട്ട് വലിയൊരു ഷോപ്പിംഗ് മോളിൻ്റെ അകത്ത് ചെറിയൊരു സെഷന് ഞങ്ങൾ ഫണ്ണി ടീഷർട്ട്സ്, സ്പാങ്കി ടീഷർട്ട്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ. അത് ഇപ്പോൾ നിങ്ങൾ കുറേ UK പോയി പോകുമ്പം കാണാൻ പറ്റും. സൗവിന്യ ഷോപ്പിൻ്റെ അകത്ത് കുറേ ഫണ്ണി ടീഷർട്ട്സ് ഉണ്ടാവും. അത് ക്രമേണ നമ്മളെ ബിസിനസ്, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സെയ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. അത് ക്രമേണ അത് ഒരു ഷോപ്പിൽ നിന്ന് അത് ഷോപ്പായി, ആ ഷോപ്പിൽ നിന്ന് പിന്നെ ഒരു 5 ഷോപ്പായി മാറി. ഒരു ടൈമിൽ പിക്കഡിലി സർക്കസ് എന്ന ലോകത്തിന് ഏറ്റവും ബിസിയസ്റ്റ് സ്ട്രീറ്റാണ് പിക്കഡിലി സർക്കസ്. ഈ പിക്കഡിലി സർക്കസിലെ ഫസ്റ്റത്തെ ഷോപ്പ് ട്രക്കോഡറിൻ്റെ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ഷോപ്പായിരുന്നു ഞങ്ങൾ ഏൺ ചെയ്തിരുന്നത്. അതിനിപ്പോൾ അന്നത്തെ ഒരു കാലത്തെ 5,000 പൗണ്ട് പെർ വീക്കിലിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്, വിച്ച് ഈസ് 35,000 dirhams പെർ വീക്കിലി. അത് ഗ്രോ ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്ന ടൈമിലും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ഷോപ്പുകൾ വരുന്നുണ്ട്, ഒരു ഭാഗത്ത് എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ കംഫർട്ട് സോണിൽ നടക്കുന്ന ടൈമിലാണ് വാപ്പ എന്നെ തിരിച്ചു വിളിക്കുന്നത്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു ഒക്ടോബറിലായിരുന്നു, ഒരു ജൂലൈയിലായിരുന്നു എന്നെ വിളിച്ചത്. പക്ഷേ ഒക്ടോബറിലായപ്പോൾ ഞാൻ തിരിച്ചു പോയി. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ ഞാൻ UK കൊടുന്ന് ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റിയിൽ അവന് അഡ്മിഷനും ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഞാൻ കാണുന്ന എൻ്റെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് സീ ഫുഡ് എന്ന് പറഞ്ഞാൽ ഡീപ് സീ ഫുഡ് എന്താണ്? അപ്പോൾ ഡീപ് സീ ഫുഡ് വിലയ്ക്ക് തിരിച്ചു വരാം. ഉപ്പയും ആരുമായിട്ടാണ് തുടങ്ങിയത്? ഡീപ് സീ ഫുഡിൻ്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ ഫാദർ പാങ്ങാട്ട് യൂസുഫ് ഹാജി, 2 ഹംസക്കോയ കല്ലൻ. ഇവർ ഒരു യൂസുഫ് ഹാജിയും ഹംസക്കോയ ഇവർ ഒരു സഹോദരത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു 2, ഇപ്പോൾ നിങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ 2 കല്ലുകൾ കാണാം. അവർ ആ കല്ലുകൾ ഓപ്പോസിറ്റ് കോമ്പറ്റേറ്റർ ആയിരുന്നു അവർ തമ്മിൽ അബുദാബിയിൽ. ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാവും കോമ്പറ്റീഷൻ അല്ല ഇന്നത്തെ ലോകം, കൊളാബറേഷൻ ആണെന്നുള്ള ആ ഒരു സ്ലോഗൻ കയ്യിൽ വെച്ചിട്ടാണ് പിന്നെ അവർ അത് മുന്നോട്ടെടുത്തത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നെത്തുമ്പോൾ ഈ ഡീപ് സീ പടർന്നിട്ട് ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മീൻ കച്ചവടമാണ്. ആ മീൻ കച്ചവടം പിന്നെ ഏത് ബിസിനസ്സുകാർക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഈഗോകൾ വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിലായിരുന്നു ഡീപ്സിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഞാൻ പോയി നോക്കിയപ്പോൾ ഡീപ്സിൽ ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ ഇല്ല, ഹൈറാർക്കി ഇല്ല, ഒരു പ്രോസസ്സ് ഇല്ല, അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ക്ലിച്ചുള്ള കുറേ വിഷയങ്ങളുള്ള ഒരു കമ്പനി ആയിട്ടായിരുന്നു എനിക്ക് ഇനീഷ്യലി ഒരു തോട്ട് ഉണ്ടായിട്ട് ഞാൻ കണ്ടത്. ഒരു സൈഡിൽ ആണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലണ്ടൻ ലൈഫ്, അവിടെയുള്ള ബിസിനസ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്, കംഫർട്ട് സോണ്, ഇവിടെ ആണെങ്കിൽ ചാലഞ്ചസ്. പക്ഷേ വാപ്പ പറഞ്ഞതുകൊണ്ട് വാപ്പ അത് ഇനീഷ്യലി എടുത്തു. കാരണം വാപ്പ ഞങ്ങൾ അങ്ങനെയാണ് വളർത്തത്. എൻ്റെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മെൻറ്റർ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വാപ്പയാണ് നമ്മളെ വളർത്തുമ്പോൾ തന്നെ അത്രയും വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വാപ്പ നമ്മളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ അതുകൊണ്ട് തന്നെ വാപ്പ പറഞ്ഞ ഒരു ചാലഞ്ച്, ഒരു ലോങ് വിഷനെ ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ തോന്നി. അങ്ങനെ വാപ്പയോട് ഞാൻ പറഞ്ഞു, UK പഠിച്ചു വന്നല്ലോ വാപ്പ, എനിക്ക് നല്ലൊരു പൊസിഷൻ തരണം എന്ന് പറഞ്ഞു. വാപ്പ പറഞ്ഞേ, ഇഫ് യു നോ, നിനക്ക് കമ്പനീൻ്റെ ടെക്നിക്കൽ നോളജ് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കം ത്രൂ ദ പ്രോസസ്സ്.
ആ പ്രോസസ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ 15 വർഷം കഴിഞ്ഞിട്ടോ നിനക്ക് കുറേ ചാലഞ്ചസ് വരും, കമ്പനി ഗ്രോ ചെയ്യാൻ കുറേ ചാലഞ്ചസ് വരും. അപ്പോൾ ആ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേണിങ് ഇപ്പോഴത്തെ എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അക്സെപ്റ്റ് ഫ്രം ദ ബേസ് ലെവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാസം എൻ്റെ ഫസ്റ്റത്തെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ലോഡിങ് ആയിരുന്നു. മീൻ കയറ്റുക ബേസിക്കലി. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയനും ഫിഷ് ലോഡ് ചെയ്യുന്നു. ഇനീഷ്യലി നമ്മൾ ചെയ്തൊരു ജോലി. എല്ലാ സ്റ്റേജിലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടൻ്റ് ആയിരുന്നു, കാഷ്യർ ആയിരുന്നു, അതേമാതിരി സെയിൽസ്മാൻ ആയിരുന്നു, ലോഡിങ്, ബ്ലൂ കോളേഴ്സ് ജോബും വൈറ്റ് കോളേഴ്സ് ജോബും കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ കമ്പനിയിലുള്ള മാതിരി, എല്ലാ പാർട്ണർഷിപ്പ് കമ്പനിയിലുള്ള മാതിരി അത് 2 രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്ന് അബുദാബി ബ്രാഞ്ചും ഒന്ന് ദുബായ് ബ്രാഞ്ചും. അവിടെ ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ. ദുബായ് ബ്രാഞ്ചിൽ, അബുദാബി ബ്രാഞ്ചിൽ ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ. ഇത് ഒന്ന് റീകറക്റ്റ് ചെയ്യാന്നുള്ള ഒരു തോട്ടിലെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ്ലി ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം എന്ന് പറഞ്ഞു. അത് വെച്ച് ഞാൻ ആ ബേസ് ലെവലിൽ ഓരോ പ്രോസസ്സിൽ ചെയ്യുമ്പോൾ ഒന്ന് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സിലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനും എൻ്റെ അനിയനും. 2, ആ ഓരോ പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നിടത്ത് ഓരോ ഫങ്ഷൻസ്, ഓരോ കോർ ടീം മെമ്പേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. 3, ഇതിനൊരു പ്രോപ്പർ സ്ട്രക്ചർക്ക് കൊണ്ടുവന്നു, ഒരു ഹൈറാർക്കി ലെവലിൽ ആ കമ്പനി നമ്മൾ വളർത്തി. ഇറ്റ് ടുക്ക് us 8 years. ആ ഒരു നല്ല രീതിയിൽ ആ ഒരു ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ സമയം കൊണ്ട് ഫയാസിൻ്റെ ഡെസിഗ്നേഷൻ എന്താണ്? ഞാൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഞാൻ ഇനീഷ്യലിലും വർക്ക് ചെയ്ത് അങ്ങനെ അത് ഗ്രോ ചെയ്ത് ഞാൻ ആ ഒരു ബ്രാഞ്ചിൻ്റെ ഹെഡായി ഓരോ സ്റ്റേജിൽ. ഞാൻ പ്രൗഡ് എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ ഒരു ഓണറിൻ്റെ മകന് മാത്രമല്ല, എൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായതുകൊണ്ടാണ് അൽഹംദുലില്ലാ, അല്ലാഹുക്ക് ശുക്ർ, ഇന്ന് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. ഇതിൻ്റെ ഡിഫറൻസ് പൊസിഷൻ സിഇഒ എന്നുള്ള സിഇഒ എന്ന് പിന്നെ ലേറ്റർ ആയത്. അപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ ഹെഡും പിന്നെ നമുക്ക് ഉള്ളത് മറ്റേ ദുബായ് ബ്രാഞ്ചും. അപ്പോൾ ദുബായ് ബ്രാഞ്ചിലും ഇത് രണ്ട് സിനാരിയോ, 2 ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് കൂടെ പോകുന്ന 2 കമ്പനീസാണ് ഉണ്ടായതിൻ്റെ. എന്തെന്നറിയില്ല, ഒരു ദിവസം ഒരു കോമൺ മീറ്റിങ്ങിൽ എനിക്ക് നല്ലൊരു പദവി പിന്നെ കിട്ടി, സിഇഒ ഡീപ് സീ ഫുഡ് എന്നുള്ള എന്നെ എലക്ട് ചെയ്ത്. അപ്പോൾ ഞാൻ അവിടെ ചെയ്ത ഒരൊറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വി ബിൽഡ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ബ്രാഞ്ചസ്. അത് കമ്പനി നല്ലതായിട്ട് ഗ്രോ ചെയ്ത്. വി ബ്രോട്ട് ദ ബെസ്റ്റ് പ്രാക്ടീസസ് വാട്ട് വി ആർ ഫോളോയിങ് ബാക്ക് ഇൻ അബുദാബി, ഇൻ ദുബായ്. സ്റ്റാൻഡർഡൈസേഷൻ കംപ്ലീറ്റ് നമുക്ക് അവിടെ സ്റ്റാൻഡർഡൈസേഷൻ നടന്ന് പഠിപ്പിച്ചിരുന്ന കുറേ പാഠങ്ങൾ ഞങ്ങൾ ദുബായിലും ഇംപ്ലിമെൻ്റ് ചെയ്ത്. ദുബായിലെത്തിയപ്പോൾ നമ്മളെ പാണ്ടറായിട്ടുള്ള അംസക്ക അവിടുന്ന് തന്നെ എന്നെ കൈ പിടിച്ച് വളർത്തുന്നത് പിന്നെ അംസക്കാണ് പിന്നെ എന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഏരിയ എന്നുള്ളത്. സീ ഫുഡ് ബിസിനസ്സിൽ, ഏത് ബിസിനസ്സിലും ഒരു ട്രേഡിങ് കോൺസെപ്റ്റ് ഉണ്ടാവും. ട്രേഡിങ് തന്നെയാണ് എല്ലാ ബിസിനസ്സും ഉണ്ടാകല്. അപ്പോൾ ട്രേഡിങ് കഴിഞ്ഞിട്ട് ട്രേഡിങ് അല്ല ഒരു ബിസിനസ്സിൻ്റെ ബാക്ക് ബോണ്. മാനുഫാക്ചറിങ് ആണ് ഒരു ബിസിനസ്സിൻ്റെ ബാക്ക് ബോണ്. അത് പറഞ്ഞ ആൾ അംസക്കാണ്. അംസക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഈസ് എ പാഷനേറ്റ്, ബിസിനസ്സിൽ ഭയങ്കര പാഷനേറ്റുള്ള ഒരു വ്യക്തിയാണ്. ഫാമിലി ഡിസിഷൻസ് തന്നെ ബിസിനസ് കഴിഞ്ഞിട്ടേ പുള്ളി എടുക്കുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി മെമ്പർ നമ്മൾ കോർ ടീമിൻ്റെ അകത്തുണ്ടെങ്കിലും ഇഫ് ഈ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ അവനെ ലിസൺ ചെയ്യുന്നത് തന്നെ ആ ഒരു എന്താ പറയുക, ഒരു കോർ ടീം മെമ്പർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആയിട്ടല്ല. ഹി കൺസിഡർ ആസ് എ ഫാമിലി ആസ് എ സെക്കൻഡ് സ്റ്റേജ്. അതൊരു മാഷാഅല്ലാഹ് നല്ല രീതിയിൽ പിന്നെ അത് വി ടുക്ക് ഇറ്റ് അപ്പ്. കുറച്ച് കഴിഞ്ഞ ശേഷം വി തോട്ട് ഓഫ് ടേക്കിംഗ് ടു GCC level. സോ വി വർ ഇൻ GCC level. സോ ആ ടൈമിൽ എൻ്റെ ബ്രദറിലും എല്ലാവരും ജോയിൻ ചെയ്തു. വി വർ ഇൻ എ ഗുഡ് സ്ട്രാറ്റജി. പിന്നെ നല്ല രീതിയിൽ നമുക്ക് അത് ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളത് ട്രിപ്ലിക്കേറ്റ് ചെയ്യാൻ തോന്നി എല്ലായിടത്തും. വി ക്യാൻ ഡു ഇറ്റ് ഇൻ എവറിവെയർ നൗ. ആ ഒരു അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ചെയ്യാം. ദാറ്റ്സ് വി ഹാവ് പ്രൂവൺ ഓൾസോ. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ GCCയിൽ ബഹ്റൈൻ, കുവൈത്ത് അല്ലാത്ത എല്ലാ രാജ്യത്തും നമ്മൾ ഡീപ്സിൻ്റെ പതാക പറന്നുയർന്നുകൊണ്ടുള്ളത്. അതേമാതിരി ഒരു തോട്ടിൽ ഇത് GCCന്ന് പുറത്ത് വരണം എന്നുള്ളൊരു തോട്ടിൽ വന്നപ്പോൾ നമ്മളത് ഇന്ത്യയിലും UK-ലും മാൽദീവ്സിലും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഡീപ്സിൻ്റെ ഓൾമോസ്റ്റ് 1450 സ്റ്റാഫ്
1450 എംപ്ലോയീസ് ഉണ്ട്. നമുക്ക് എവിടെയൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്? നമുക്ക് ഓൾമോസ്റ്റ് 8 രാജ്യത്ത് നമുക്ക് ഓപ്പറേഷൻസ് 8 രാജ്യത്തുണ്ട്. ഒന്ന് നമുക്ക് പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം, ഡീപ്സിയുടെ പ്രോഡക്ട്സ് എന്താണ്, മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഡീപ്സി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കടലാണ്. ഞങ്ങൾ സാധാ ഒരു സീ ഫുഡ് കമ്പനി ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഡീപ്സിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ആ എല്ലാവരും ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒരു ഭാഗത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പ്രോസസ്ഡ് പ്രൊഡക്ട്സ് കുറേ വരുന്നുണ്ട്. സുഷി പ്രൊഡക്ട്സ്, അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഹൈ എൻഡ് സീ ഫുഡ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സീ ഫുഡ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. മൂന്നാമത്തെ വരുന്നത് ലൈവ് ആയിട്ടുള്ള സീ ഫുഡ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ സീ ഫുഡ് കാറ്റഗറിയിൽ ഒരു ഹോട്ടൽ UAE ഞാൻ പ്രൗഡായിട്ട് പറയാമെന്ന് വെച്ചാൽ, ഒരു ഹോട്ടൽ UAE എവിടെയെങ്കിലും തുറന്നു കഴിഞ്ഞാൽ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ഞങ്ങൾ ക്ലയൻറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടൽസാണ്. എവിടെയെങ്കിലും തുറന്നു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് നോക്ക് ചെയ്യുന്ന ഡോറ് ഡീപ് സീ ഫുഡ് ആയിരിക്കും. കാരണം വി ആർ എ സൊല്യൂഷൻ ഫോർ ദ സീ ഫുഡ്. നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആണ്. അതെ, ഇവിടെയുള്ള ഇപ്പോൾ അബുദാബിയിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ, സിൻസ് വി ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം അബുദാബിയിൽ ഒരു 98% ഹോട്ടൽസും ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. ദുബായിൽ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 60 to 70% ഹോട്ടൽസ്. ഇപ്പോൾ ടോട്ടൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടെന്നുള്ളൊരു? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4,000 പരം കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ ഉള്ളത് വെച്ചാൽ യു ടോക്കിംഗ് അബൌട്ട് എ ബിഗ് ക്ലയൻസ്. ലൈക്ക് അപ്പോൾ അതൊരു B2B ബിസിനസ് ആണ്. B2B ആണ്. പക്ഷേ അഗൈൻ ഇറ്റ് ഇസ് ബീൻ സ്പ്ലിറ്റഡ് ലേറ്റർ ഓൺ. അത് B2B ഉണ്ട്, B2C ഉണ്ട്, B2C ഉണ്ട്. അപ്പോൾ നമ്മുടെ മീനുണ്ട്, പ്രോൺസ് ഉണ്ട്, ക്രാബ്സ് ഉണ്ട്, ഹൈ എൻഡ് ആയിട്ടുള്ള മീനുകൾ, എല്ലാ വെറൈറ്റിയും ഉണ്ട് നമ്മുടെ. B2C എന്താണ്? B2C എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമേഴ്സിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. സുഷി പ്രൊഡക്ട്സ് ഉണ്ട്, നമുക്ക് സുഷി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ ഇനിയാണ് ഒരു ബ്യൂട്ടിഫുൾ തോട്ട് വന്നത്. എന്ന് വെച്ചാൽ യു ആർ ഡീലിംഗ് വിത്ത് സീ ഫുഡ് ഇൻഡസ്ട്രി ഫോർ ലാസ്റ്റ് 40 years. ഒരു സ്റ്റേജിൽ നമ്മൾ ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയി, UAE മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആയി എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്കൊന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മളൊരു മെൻറ്റർ ഫൈസൽ സാർ നമ്മളോട് പറഞ്ഞത്, ആ ഒരു നിങ്ങളെ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് 40 years ആയിട്ടുള്ള അല്ല ഒരു കസ്റ്റമർ ഡാറ്റ ആണല്ലോ ഇന്നത്തെ ഒരു ഏരിയയിൽ നമുക്ക് വേണ്ടത്. അതിൽ യു ജസ്റ്റ് ചേഞ്ച് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവൻ യു ടേൺ ബാക്ക് 2 years മുന്നേ ഞങ്ങൾ ആ പ്രൊഡക്റ്റ് ഇപ്പോൾ മീറ്റിലും പോൾട്രിയിലും നമ്മളത് കൈവച്ച്. ഇപ്പോൾ ഡീപ്സിൻ്റെ വിഷൻ തന്നെ ലാർജായി. യു കെയിം വിത്ത് ദ സീ ഫുഡ്, നൗ മീറ്റ് ആൻഡ് പോൾട്രി. വാട്ട് അബൌട്ട് അതർ പ്രൊഡക്ട്സ്? നിങ്ങൾക്ക് ഒരു ഹോട്ടലിക്ക് വേണ്ട, നിങ്ങളെ സ്ട്രെങ്ത് എവിടെയാണ്? B2B ആണ്. ഒരു ഹോട്ടലിക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും ഞങ്ങൾ ഫ്യൂച്ചറിൽ സപ്ലൈ ചെയ്യും. ഒരു കിച്ചണിൽ ഒരു ഷെഫ് ഒരു ബർഗർ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു സീ ഫുഡ് ബർഗർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ബണ്ണ്, അതിനുപയോഗിക്കുന്ന പാറ്റീസ്, അതിനുപയോഗിക്കുന്ന ചീസ്, ഓയിൽ, അങ്ങനത്തെ കംപ്ലീറ്റ് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇത് ഡ്രൈവ് ചെയ്തുകൊണ്ടുള്ളത്. ഡീപ്സി, നിങ്ങൾ മാർക്കറ്റിൽ കോമ്പറ്റീറ്ററുമായി എങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമാവുന്നത്? ഞങ്ങളെ പ്രൊഡക്റ്റ് ഒന്ന്, നമുക്ക് ഇതിലുള്ള നോളജ് എക്സ്പീരിയൻസ് വളരെ വാസ്റ്റാണ്. 40 വർഷം ആ ലെഗസിയാണ് നമ്മൾ ഒന്നാമത് ക്രിയേറ്റ് ചെയ്യുന്നത്. 2, ഇതിൽ കംപ്ലീറ്റുള്ള നമ്മുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ കോർ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഓണേഴ്സ് ഭയങ്കര പാഷനാണ് ഇതിൽ വർക്ക് ചെയ്യാനുള്ളത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രോഫിറ്റ്. അപ്പോൾ ഞങ്ങൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അങ്ങനെയാണ്. നമ്മളെ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മൾ കോർ ടീം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്കൊരു ടീം ഉണ്ടെങ്കിലാണ് നമുക്കൊരു ബിസിനസ് നമുക്ക് വളർത്താൻ കഴിയും. അത് പ്രൂവൺ ചെയ്ത ഒരു കമ്പനിയാണ് ഡീപ് സീ ഫുഡ്. താങ്കളുടെ ഈ വാക്കിൽ നിന്ന് സ്പഷ്ടമാണ് ഡീപ്സിയുടെ വലിപ്പം എന്താണ്, എങ്ങനെയാണിത് വളർന്നത്. ഒരു 2ാം ജനറേഷൻ ഇത് ഏറ്റെടുക്കുമ്പോൾ, കാരണം ആദ്യത്തെ ജനറേഷൻ ഇത് വളർത്തി ഒരു സ്റ്റേജിൽ എത്തിയതിനു ശേഷമാണ് 2ാം ജനറേഷൻ. ഫഹസ് 2ാമത് ജനറേഷനാണ്. 2ാമത് ജനറേഷൻ ഇത് വളർത്താൻ ചില എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്ക് മുകളിലേക്ക് ആൻസറബിൾ ആണ്. അതെ. അപ്പോൾ മുകളിലേക്ക് എങ്ങനെയാണ് ഓരോ ആശയങ്ങൾ കൺവിൻസ് ചെയ്യുന്നത്? എൻ്റെ ഒരു ഇനീഷ്യൽ ടോക്കിൽ ഞാൻ പറഞ്ഞേ, ഓരോ പ്രോസസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ പ്രോബ്ലംസ് നമുക്കറിയാൻ പറ്റും. ടെക്നിക്കൽ നോളജ് നമുക്കറിയാൻ പറ്റും. അതും നമ്മളെ ഇന്നത്തെ നമുക്ക് ഡിഗ്രി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ വാട്ട് വി ക്യാൻ ഡു, നമ്മളെങ്ങനെയാണ് നമ്മളൊരു ഫ്യൂച്ചർ ബിസിനസ് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിഷനെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ബിസിനസ് എങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. 2 രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയൊരു കുഴിയുണ്ട്, ആ കുഴി കൊണ്ട് ചാടും.
അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്നിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് വലിയൊരു എക്സ്പാൻഡായിട്ട് വലിയൊരു ബിസിനസ്സായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഒന്ന്, നിങ്ങൾക്ക് വലിയൊരു ടീം നിങ്ങളുടെ ബാക്കിലുണ്ട്, ആൻഡ് ദേ വർക്ക് ഫ്രം ദ ഹാർട്ട്. അതാണ് ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ആഡ് ഓൺ. നിരവധി ചെറുപ്പക്കാരാണ് ഇപ്പോൾ നമ്മുടെ UAE വന്ന് ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അവർക്കും വളരണം, വിജയിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നിരവധി പേർ തുടങ്ങിയിട്ടുമുണ്ട്. നിങ്ങളുടെ സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ, അതായത് സീ ഫുഡ് ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു നമ്പർ 1 തന്നെയാണ്. ഇവിടെ വരുന്ന സംരംഭകർ അവരുടെ സംരംഭം വിജയിപ്പിക്കണം, അത് വളർത്തണം, നമ്പർ 1 ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം താങ്കളുടെ അഭിപ്രായത്തിൽ? UAE സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ GCC തന്നെ നമ്മൾ സീ ഫുഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് UAE എന്നുള്ള രാജ്യം നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ എന്ത് ബിസിനസ് ചെയ്യണമെങ്കിലും നമുക്ക് വളരെ ഈസിയാണ് ഇവിടെ ബിസിനസ് ചെയ്യാൻ. ആൻഡ് നമ്മൾ അങ്ങനത്തെ കുറേ ബിസിനസ് കമ്മ്യൂണിറ്റികളും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നീഷ് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി, ആൻഡ് പ്ലസ് ദ ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും, 100% ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മറ്റുള്ളവരെ ഇതിനെക്കാട്ടും ഡിഫറെൻ്റ് എന്താണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ആ സെയിം പ്രൊഡക്റ്റിൽ ഇവിടെ വന്ന് നിങ്ങളത് കോമ്പറ്റീഷനും പ്രൈസ് പ്രൊഡക്റ്റായിട്ട് മാറും. അപ്പോൾ അതിനും കാട്ടി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗ്രോ യുവർ സെൽഫ്. ഇപ്പോൾ പറയുന്നത് മീ ടു, നിങ്ങൾക്കുണ്ട് എനിക്കുണ്ട് എന്നുള്ളതല്ല, പ്രോഡക്റ്റോ സർവീസോ എങ്ങനെ വ്യത്യസ്തമാക്കാം, അതെ, കോമ്പറ്റീറ്ററിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കാം, അതായിരിക്കാം നിങ്ങളുടെ എക്സാക്ട്ലി. സർവീസും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഡീപ്സിൻ്റെ ഒരു ടാഗ് ലൈനാണ് സർവീസ് എന്നുള്ളത്. കാരണം B2B ആയതുകൊണ്ട് ഈ ഹോട്ടൽസിന് ഹൈലി പെരിഷബിൾ പ്രൊഡക്ട്സ് ഓൺ ടൈമിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി ഓഫ് കമ്പനി ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞങ്ങൾ കഴിഞ്ഞ 40 വർഷമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഓൺ ഡെലിവറി ആണ്. നമ്മൾ നമുക്ക് ഓൾമോസ്റ്റ് 350 ട്രക്സോളം മാർക്കറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്, ആൻഡ് ഇറ്റ്സ് എ പെരിഷബിൾ പ്രൊഡക്റ്റ്, സാധാ ഒരു ഫുഡ് പ്രൊഡക്റ്റ് അല്ല, ഇറ്റ്സ് എ ഹൈലി പെരിഷബിൾ പ്രൊഡക്ട്സ്. അപ്പോൾ അത് ഓൺ ടൈമിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അത് നമ്മൾ ഓൺ ടൈം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഡീപ്സിൻ്റെ ഒരു വളർച്ചയുടെ അടുത്തൊരു കാരണം. CEO ഓഫ് ഡീപ്സി ഫയാസ് സ്ഥാപനത്തിൻ്റെയും ഡീപ്സിയുടെയൊക്കെ ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഞാൻ ഇനീഷ്യലി പറഞ്ഞ മാതിരി ഇതൊരു കടലാണ്. ഞങ്ങൾക്ക് ഈ മാർക്കറ്റിലുള്ള ഹൈ എൻഡ് കസ്റ്റമേഴ്സിൻ്റെ കിച്ചണിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മൾ സപ്ലൈ ചെയ്യണം എന്നാണ്. കാരണം ദാറ്റ്സ് വാട്ട് വി ബിൽഡ്. 40 ഇയേഴ്സിൻ്റെ ഡാറ്റ, 40 ഇയേഴ്സിൻ്റെ റിലേഷൻഷിപ്പ്, അതിൽ ഞങ്ങളെ പ്രൊഡക്റ്റ് എങ്ങനെ മാച്ച് ചെയ്യാന്നുള്ള ആ ഒരു സാധനം, അതാണ് ഞങ്ങൾ ഒരു വിഷനായിട്ട് ഇതിൽ കാണുന്നത്. അതായത് ഒരു ഫാം ടു പ്ലേറ്റ്സ്, അതാണ് ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ. ബാക്ക്വേർഡ് ആണെങ്കിൽ ഡീപ്സിൻ്റെ ഒരു ടോപ്പ് 5 പ്രൊഡക്ട്സ് അത് എങ്ങനെ ഫാം ചെയ്യാന്നുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന അടുത്ത. സ്വന്തമായിട്ട് കൃഷി തുടങ്ങണം എന്നുള്ളതാണ്. ഈ ഒരു ഇൻഡസ്ട്രീനെ എങ്ങനെ ഗ്രോ ചെയ്യാന്നുള്ളത്, ഇറ്റ്സ് നോട്ട് ഓൺലി ഡീപ് സീ ഫുഡ്, ഈ സീ ഫുഡ് ഇൻഡസ്ട്രീനെ UAE നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം, അത് എങ്ങനെയാണ് സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു തോട്ട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടുള്ളത്. നിങ്ങൾ കേട്ടു ഡീപ്സി എന്ന ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ കഥ. നമുക്ക് അഭിമാനിക്കാം, കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന 2 സുഹൃത്തുക്കൾ UAE ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു. അവർ കൊലാബറേറ്റ് ചെയ്ത ആ പ്രസ്ഥാനം ആ റീജിയനിൽ തന്നെ, ആ ഏരിയയിൽ തന്നെ നമ്പർ 1 ആകുന്നു. ഇന്ന് ഡീപ്സി ഒരു അപരനാമമാണ് സീ ഫുഡ് പ്രോഡക്ട്സിന്. അവർ പുതിയ മേഖലകൾ കണ്ടെത്തി കഴിഞ്ഞു. അതിലേറ്റവും രസകരമായ കാര്യം, ആദ്യ തലമുറ 2ാം തലമുറയ്ക്ക് കൈമാറി അത് വളർത്തിയ കഥയാണ്. നിരവധി പേർക്ക് അവർ തൊഴിലും കൊടുക്കുന്നുണ്ട്. അവരുടെ മേഖലയിൽ അവർ വൈപുണ്യം കാണിച്ചവരുമാണ്. ഈ ഇൻഡസ്ട്രി തന്നെ ഗ്രോ ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം. നമുക്കും വേണം ഇത്തരം സംരംഭകരും സംരംഭങ്ങളും ഒക്കെ നാട് വിട്ട് വേറൊരു രാജ്യത്ത് വന്ന് അവിടെ ഇരുന്നു കൊണ്ട് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനാവുക എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഫയാസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിൽ 2 പേര് ഇതിൻ്റെ ഭാഗമാണ്. അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. താങ്കളുടെ ഉപ്പയും താങ്കളുടെ ഉപ്പയുടെ സുഹൃത്തും 2 പേരെയും താങ്കൾ ഒരേപോലെ സ്നേഹിക്കുകയും അവർ ഒരേപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. അവരാണ് ഇതിന് പില്ലറിട്ടത്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടതെങ്കിൽ താങ്കളാണ് ഈ സ്ട്രക്ചർ പണിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് ഉയരങ്ങളിലെത്തുന്ന എനിക്ക് വളരെ ഉറപ്പുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.